ഈസി സാൻസ്ക്രിറ്റ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസ്കൃതം 2ാം ക്ലാസ്സിലെ ഓണപരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഒന്നാമത്തെ പ്രവർത്തനമാണ് അധോദത്തേഷു പദേഷു വ ഇത്യക്ഷരം വലയീകരോതു. താഴെ തന്നിരിക്കുന്ന പദങ്ങളിൽ നിന്നും വ എന്ന അക്ഷരത്തിന് വട്ടം വരയ്ക്കുക. തന്നിട്ടുള്ള ഉദാഹരണങ്ങൾ വായസഹ, സേവം, വനിത. ഈ വാക്കുകളിൽ നിന്നും വ എന്ന അക്ഷരത്തിന് മാത്രം വട്ടമിടുകയാണ് ചെയ്യാനുള്ളത്. ഉത്തരം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വ എന്ന അക്ഷരത്തിന് മാത്രമാണ് വട്ടമിടേണ്ടത്. അടുത്തതാണ് 1 എന്നുള്ള പ്രവർത്തനത്തിൽ തന്നെ വരുന്ന അടുത്ത പ്രവർത്തനം. കോഷ്ടകാത് ഉചിതം അക്ഷരം ചിത്വ പൂരയതു. ബ്രാക്കറ്റിൽ നിന്നും ശരിയായ അക്ഷരം എടുത്തെഴുതുക. പ ഡാഷ് നഹ എന്നും ബ ഡാഷ് നം എന്നുമാണ് ഇവിടെ തന്നിട്ടുള്ള വാക്കുകൾ. ബ്രാക്കറ്റിൽ ഒന്നാമത്തേതിൻ്റെ ബ്രാക്കറ്റിൽ ബ എന്നും വ എന്നും തന്നിട്ടുണ്ട്. രണ്ടാമത്തേതിൻ്റെ ബ്രാക്കറ്റിൽ വ എന്നും സ എന്നുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തേതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരമാണ് പവനഹ. പവനഹ എന്നാൽ വായു, കാറ്റ്. തന്നിട്ടുള്ള ഓപ്ഷൻസിലെ രണ്ടാമത്തെ അക്ഷരമാണ് വ. രണ്ടാമത്തേത് ഭവനം എന്നാണ്. വ എന്ന അക്ഷരമാണ് അവിടെയും ചേർക്കേണ്ടത്. പ്രവർത്തനം 2. ചിത്രാണി നിരീക്ഷ്യ ഫലാനി ശരി ചിനേന അങ്കയതോ. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ടാവും. അതായത് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ചിത്രങ്ങളായിരിക്കും നൽകിയിട്ടുണ്ടാവുക. അതിൽ നിന്നും പഴങ്ങളുടെ ചിത്രങ്ങൾക്ക് മാത്രമാണ് ശരി ഇടാൻ പറഞ്ഞിട്ടുള്ളത്. അനാനസം. അനാനസം എന്നാൽ കൈതച്ചക്കയാണ്. കൈതച്ചക്ക ഫലം ആയതിനാൽ ഈ ചതുരത്തിനുള്ളിൽ ശരി ഇടുക. അടുത്തത് കദളീഫലം. കദളീഫലം എന്നാൽ വാഴപ്പഴം. വാഴപ്പഴം ഫലം ആയതുകൊണ്ട് ശരിയിടാവുന്നതാണ്. അടുത്തത് ഗൃഞ്ജനകം. ഗൃഞ്ജനകം എന്നാൽ ക്യാരറ്റാണ്. അത് പഴങ്ങളിൽ ഉൾപ്പെടുന്നില്ല. അടുത്തത് ആമ്രം. ആമ്രം എന്നാൽ മാങ്ങ. മാങ്ങ പഴവർഗ്ഗമായതുകൊണ്ട് ശരിയിടാം. അടുത്തത് അലാബു. അലാബു എന്നാൽ മത്തങ്ങ. അത് പഴങ്ങളിൽ ഉൾപ്പെടില്ല, പച്ചക്കറിയാണ്. അടുത്തത് ബിന്ദുൻ യോജയിത്വ അക്ഷരം ലിഖതോ. കുത്തുകൾ യോജിപ്പിച്ച് അക്ഷരം എഴുതുക. ഇവിടെ തന്നിട്ടുള്ള വാക്ക് കൃഷകഃ എന്നും മൂഷകഃ എന്നുമാണ്. ഇതിൽ ഷ എന്ന അക്ഷരം കുത്തായിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പം നമ്മൾ കുത്തുകൾ യോജിപ്പിക്കുക എന്നത് മാത്രമാണ് ചെയ്യാനുണ്ടാവത്തുള്ളൂ. അടുത്ത പ്രവർത്തനമാണ് ഇതുപോലെ ഇങ്ങനെ നമ്പേഴ്സ് ഇട്ടിട്ട് കളറില്ലാത്തൊരു ചിത്രം ഉണ്ടാവും. ഇതുപോലെ നമ്പറുകൾ, അതായത് 1 എന്നുള്ള നമ്പറിൽ മാത്രം നീല കളർ കൊടുക്കുക, 2 എന്നതിൽ മാത്രം ചുവപ്പ് കൊടുക്കുക, അതുപോലെ 3 എന്നുള്ളതിൽ മാത്രം റോസ് നിറം കൊടുക്കുക. അങ്ങനത്തെ ഒരു പ്രവർത്തനം ഉണ്ടാവുന്നതാണ്. 4ാമത്തെ പ്രവർത്തനം ചിത്രം ദൃഷ്ട്വാ ഉചിതാനി പദാനി യോജയതോ. ചിത്രങ്ങൾ ഉചിത പദവുമായി യോജിപ്പിക്കുക. ഒരു സൈഡിൽ ചിത്രങ്ങളും മറ്റേ സൈഡിൽ എഴുതിയതുമാണ് ഉണ്ടാവുക. ഓപ്ഷൻസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് അലാഭു, ലഡുകം, മേഘഃ, വൃക്ഷഃ, നൗക. അലാഭു എന്നാൽ മത്തങ്ങ. മത്തങ്ങ എന്നതിലേക്ക് വരച്ച് യോജിപ്പിക്കുക. അടുത്തത് ലഡുകം. ലഡുകം എന്നാൽ ലഡ്ഡു. ലഡ്ഡുവിൻ്റെ ചിത്രമായിരിക്കും തന്നിട്ടുണ്ടാവുക. അതിലേക്ക് യോജിപ്പിക്കുക. അടുത്തത് മേഘഃ. മേഘഃ എന്നാൽ മേഘം. അടുത്തതാണ് വൃക്ഷഃ. വൃക്ഷഃ എന്നാൽ മരം. നൗക. നൗക എന്നാൽ തോണി. ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. ചിത്രങ്ങളിലേക്ക് വരച്ച് യോജിപ്പിക്കുക എന്നത് പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ തന്നെയായിരിക്കും പരീക്ഷയ്ക്ക് വരുള്ളൂ. ഏറ്റവും അവസാനത്തെ പ്രവർത്തനമാണ്. 5 പ്രവർത്തനങ്ങളാണ് മൊത്തത്തിൽ ഉണ്ടായിരിക്കുക. ഇത് 5ാമത്തെ പ്രവർത്തനമാണ്. ഇത്തരത്തിൽ കളറില്ലാത്ത ഒരു ചിത്രം തന്നിട്ടുണ്ടാവും. കുട്ടികൾ ചെയ്യേണ്ടത് ഈ ചിത്രത്തിന് നിറം നൽകുക എന്ന പ്രവർത്തനം മാത്രമാണ്.
കളറ് നല്ല ഭംഗിയായി കളർ ചെയ്യുക, പുറത്ത് പോവാതെ നല്ല വൃത്തിക്ക് കളർ ചെയ്യുക.